പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏറ്റവും ശക്തമായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് CPM-ഉം SDPI-യും തമ്മിലുള്ള ബന്ധം. CPM അവരുടെ പ്രഖ്യാപിത വർഗീയ വിരുദ്ധ നിലപാടുകളിലെല്ലാം വെള്ളം ചേർത്തുകൊണ്ട് ആ വാദത്തെക്കുറിച്ചിട്ട് ആ നിലപാടിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാതെ അവർ ദീർഘകാലമായി ഒരു വർഗീയ ദേശവിരുദ്ധ സംഘടന എന്ന് വിലയിരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ RSSൻ്റെ മറുപുറം എന്ന് അവർ വിലയിരുത്തിയിട്ടുള്ള SDPI-യുടെ വോട്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് CPM വർഷങ്ങളായി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുന്നൊരു പാർട്ടിയാണ്. ഭൂരിപക്ഷ വർഗീയതയുടെ ആൾ രൂപമായി അവർ RSSനെ കാണുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയുടെ ആൾ രൂപമായിട്ട് അവർ SDPI ആണ് കാണുന്നത്. കൊലപാതകം നടത്തുന്നതിന് പരിശീലനം ലഭിച്ചിട്ടുള്ള പാർട്ടി എന്നൊക്കെയാണ് പിണറായി വിജയൻ SDPI കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് പകരം നിയമസഭയിൽ പിണറായി വിജയൻ SDPI കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇത്തരം ശക്തികൾ നമ്മുടെ നാടിന് പൊതുവായ ആപത്താണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അവരുമായി ഒരു തരത്തിലുള്ള ഒരു ലാഘവത്വവും ഉണ്ടാകാൻ പാടില്ല. ഈ കൊല നടത്താൻ പരിശീലനം നേടുന്ന ചില സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് SDPI. നാട്ടിൽ SDPI എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. തീവ്രവാദപരമായി ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവർ ചിലയിടത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്ത് നടപടിയും ഉണ്ടായിട്ടുണ്ടാകാം. SDPI പറയുന്നതിന് നിങ്ങൾക്കെന്തിനാ പൊള്ളുന്നത്? SDPI പറയുന്നത് നിങ്ങൾക്കെന്തിനാണ് പൊള്ളേണ്ട കാര്യം? SDPI സംരക്ഷിക്കേണ്ട കാര്യം ഇവർക്കെന്താണ്? സംഘപരിവാറിനെ നേരിടാൻ കരുത്തുണ്ട് എന്ന് കരുതുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ ചില തീവ്രവാദ വിഭാഗക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ കരുത്ത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഭൂരിപക്ഷ വിഭാഗത്തിലെ തീവ്രവാദ വിഭാഗമായ RSSന്റെ കരുത്ത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. SDPI ആണ് പരസ്യമായി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ രണ്ട് വിഭാഗവും അത്തരമൊരു സാഹചര്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഒരുമ്പെടുന്നു എന്നത് ഗൗരവമായി നാം കാണുന്നു. കേട്ടല്ലോ, ഇതാണ് SDPI കുറിച്ചിട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. ആ SDPI-യിൽ നിന്ന് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ വേണ്ടി വോട്ട് വാങ്ങിക്കുന്നു എന്നത് മാത്രമല്ല, അതൊരു വലിയ കുറ്റമാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതാണ് CPM നേതാക്കന്മാർ. M സ്വരാജൊക്കെ പറഞ്ഞതാണ് വോട്ട് വേണ്ട. അതുപോലെ തന്നെ UDF SDPI ആയിട്ട് ബന്ധം സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ് UDF-നെ ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പോൾ UDF-ൽ നിന്ന് വോട്ട് വാങ്ങുന്നു. അത് തെറ്റല്ലെന്നല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ഗുരുതരമായിട്ടൊരു വിഷയം എന്താ സുഹൃത്തുക്കളെ? മതനിരപേക്ഷതയിൽ ഊന്നിയ ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ശക്തമായി എതിർക്കുന്നു എന്ന് പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ പ്രഭവകേന്ദ്രമായി SDPI കാണുന്ന CPM എന്ന് പറയുന്ന മതേതര മതനിരപേക്ഷ പാർട്ടി 2 മണ്ഡലങ്ങളിൽ CPM ന്യൂനപക്ഷ ദേശവിരുദ്ധ വർഗീയ പാർട്ടി എന്ന് വിലയിരുത്തിയിട്ടുള്ള SDPI-യുടെ നേതാക്കന്മാരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? വോട്ട് വാങ്ങുന്നത് തെറ്റല്ലെന്നല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനം അവരുടെ നേതാക്കന്മാരെ തന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ വേങ്ങരയിൽ 2021 SDPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോഴത്തെ ഈ 2026 ഇടതുപക്ഷ സ്ഥാനാർത്ഥി. മങ്കടയിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് SDPI-യുടെ സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥിയാക്കി അവിടെ നിർത്തിയിരിക്കുക. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. ഈ നിലപാടിൽ ഏറ്റവും കൂടുതൽ രോഷവും പ്രതിഷേധവും ഇടതുപക്ഷ അണികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂനപക്ഷ വർഗീയ ദേശവിരുദ്ധ പാർട്ടി എന്ന് ആ പാർട്ടി
വർഷങ്ങളായി വിലയിരുത്തിയിട്ടുള്ള SDPIയുടെ നേതാക്കന്മാരെ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നു സുഹൃത്തുക്കളെ. ഇത് ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്, വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ്. പുറമേക്കത് കാണുന്നില്ലെങ്കിലും അകത്ത് വലിയ ഒരു പൊട്ടിത്തെറി അകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പറയുന്നത് എന്താ? 2018 മഹാരാജാസ് കോളേജിൽ SDPIയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരുടെ കുത്തേറ്റ് മരിച്ച അഭിമന്യു എന്ന് പറഞ്ഞിട്ടുള്ള SFI നേതാവ്, ആ SFI നേതാവ് എൻ്റെ മാതാപിതാക്കളോട് ഈ CPM നേതാക്കന്മാർക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് CPMൻ്റെ അണികൾ ചോദിക്കുന്നത്. 2018 മഹാരാജാസ് കോളേജിലെ ഉശിരനായിട്ടുള്ള SFI പ്രവർത്തകനായിരുന്നു BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിമന്യു, 20 വയസ്സുകാരൻ. വട്ടവട എന്ന് പറയുന്ന ഇടുക്കിയിലെ പിന്നോക്ക ജില്ലയിൽ നിന്ന് വരുന്ന മഹേശ്വരൻ ഭൂപതി ദമ്പതികളുടെ മകൻ അഭിമന്യു ഒരു ചുവരെഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീയത തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുവരെഴുത്ത് നടത്തിയ ആ ചുവരെഴുത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാരാജാസ് കോളേജിലെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമായി തർക്കമുണ്ടാക്കി അവർ കുത്തിക്കൊലപ്പെടുത്തിയ അഭിമന്യു, ആ അഭിമന്യുവിൻ്റെ മരണം നടന്നിപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ വിചാരണ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. വിചാരണ തുടങ്ങിയിട്ട് പോലുമില്ല. ആ വിചാരണ തുടങ്ങാൻ അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതിക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. ആ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയങ്ങളുണ്ടായി. ആ കേസിൽ 13 പ്രതികളാണ് ഉള്ളത്, 15 പ്രതികളാണുള്ളത്. അതിൽ 13ാമത്തെ പ്രതി മനാഫ്, മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജിൽ TJ ജോസഫ് എന്ന് പറഞ്ഞ പ്രൊഫസറുടെ കൈവെട്ടിയ കേസിലെ പ്രതിയായിട്ടുള്ള മനാഫ് ഈ അഭിമന്യുവിനെ കുത്തിക്കൊന്ന കേസിലും പ്രതിയാണ് സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്ക്. അന്ന് അഭിമന്യു മരിച്ചപ്പോൾ അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി ഞാൻ പെറ്റ മകനെ എൻ കിളിയെ എന്ന് ദൈന്യതയോടുകൂടി നടത്തിയ ആ ഒരു കരച്ചിൽ, ആ ഒരു വിലാപം കേരളമൊട്ടാകെ പ്രതിധ്വനിച്ചല്ലേ സുഹൃത്തുക്കളെ. അതിനെക്കുറിച്ച് 2010 അത് കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ തന്നെ 2019 ഉണ്ടായത്. അതുകൊണ്ട് CPMൻ്റെ അണികളുടെയൊക്കെ മനസ്സിലെ വിങ്ങുന്ന ഓർമ്മയാണ് അഭിമന്യു. ആ അഭിമന്യുവിനോട് എന്ത് നീതിയാണ് CPM നേതാക്കന്മാർ പുലർത്തുന്നതെന്ന് അണികൾ ചോദിക്കുന്നത്. ആ അഭിമന്യുവിനെ കൊലക്കത്തിക്കിരയാക്കിയ, ആ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ SDPI എന്ന് പറഞ്ഞ ആ പാർട്ടിയിൽ നിന്ന് വോട്ട് വാങ്ങുന്നു എന്ന് മാത്രമല്ല, ആ പാർട്ടിയുടെ നേതാക്കന്മാരെ സ്വന്തം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എത്ര ഹീനമായ, എത്ര നീചമായിട്ടുള്ള, എത്ര ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് CPMൻ്റെ അണികൾ ചോദിക്കും. അഭിമന്യുവിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള മഹേശ്വരൻ ഭൂപതി ദമ്പതിമാരോട് എന്താണ് CPMൻ്റെ നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ അഭിമന്യുവിൻ്റെ ഘാതകർ SDPI, CPM ഒരു ദേശവിരുദ്ധ പാർട്ടി അല്ലെങ്കിൽ എന്ന് വർഷങ്ങളായി വിലയിരുത്തിയ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കന്മാരെ സ്വന്തം സ്ഥാനാർത്ഥികളാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ CPM. ഒരു തവണയും കൂടി അധികാരത്തിൽ വരാൻ എത്ര ഹീനമാണ് ആ സമീപനം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അഭിമന്യു ശരിക്കും കുഴിമാടത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളുകയില്ലേ ഇത് കേട്ടിട്ട്? അഭിമന്യുവിനെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യുകയല്ലേ CPM ചെയ്യുന്നത്? അഭിമന്യുവിനെ ആദ്യം കൊന്നത് SDPIയുടെ യുവജന വിഭാഗമായിട്ടുള്ള വിദ്യാർത്ഥിയുമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് ആണെങ്കിൽ അഭിമന്യുവിനെ CPM വീണ്ടും കൊല്ലുകയല്ലേ സുഹൃത്തുക്കളെ ഈ നിലപാടിലൂടെ ചെയ്തിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, കേരളത്തിലെ CPMൻ്റെ മതേതര വോട്ട് ബാങ്ക് ഇതിൽ വലിയ തോതിൽ അസ്വസ്ഥരാണ്. അവർക്ക് വലിയ ആശങ്കയുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിന് കണക്ക് തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നീചമായിട്ടുള്ള പ്രവർത്തനത്തിലും ഈ CPM ഇടപെടുന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ ഇത്? വടക്കൻ കേരളത്തിൽ CPMൻ്റെ എത്രയോ ഉശിരന്മാരായിട്ടുള്ള പ്രവർത്തകരെ കൊലക്കത്തിക്ക് ഇരയാക്കിയിട്ടുള്ള പാർട്ടിയാണ് SDPIയും അതിനു മുമ്പുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടും അതിനു മുമ്പുണ്ടായിരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടും. നാഷണൽ ഡെമോക്രാറ്റിക് NDF ആണ് ആദ്യം ഉണ്ടായിട്ടുള്ള പാർട്ടി. നാദാപുരത്ത് ഒരു ചെറുപ്പക്കാരൻ DYFIക്കാരനെ ക്രൂരമായി കൊന്ന പാർട്ടി. അവസാനം അത് നിരോധിച്ചപ്പോൾ അതിലുള്ള പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടിലേക്ക് ചേക്കേറി. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചപ്പോൾ
പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് SDPIയിലേക്ക് ചേക്കേറി അതിൻ്റെ പ്രവർത്തകർ. ആ പാർട്ടി കൊലപാതകത്തിന് പരിശീലനം നേടിയിട്ടുള്ള പാർട്ടിയാണെന്നും അവർ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ സുഹൃത്തുക്കളെ? ആ പാർട്ടിയിൽ ഏറ്റവും ഹീനമായ അഭിമന്യുവിനെ 2018 മഹാരാജ് കോളേജിൽ വെച്ച് കൊലക്കത്തിക്കിരയാക്കിയത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റവും വലിയ അടിയേൽക്കാൻ പോകുന്നത്, ഏറ്റവും വലിയ ആഘാതമേൽക്കാൻ പോകുന്നത്, CPMൻ്റെ മസ്തകം തകർക്കാൻ പോകുന്നത്, CPM വർഷങ്ങളായി വർഗീയ ദേശവിരുദ്ധ സംഘടന എന്ന് വിലയിരുത്തിയിട്ടുള്ള SDPIയിൽ നിന്ന് വോട്ട് വാങ്ങുകയും അവരുടെ നേതാക്കന്മാരെ സ്വന്തം സ്ഥാനാർത്ഥികളാക്കി വേങ്ങരയിലും മങ്കടയിലും നിർത്തിയ തീരുമാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞാൻ KM ഷാജഹാൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.